മോളെ ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. ശരി അമ്മ. ദാമേ മോളെ പ്രിയങ്കേ, എനിക്കും നിന്റെ ചേച്ചിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നിനക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താ അമ്മേ? വരുണും നീയും തമ്മിൽ ചെറിയ അകൽച്ചയിലാണല്ലോ. ഞാൻ രാധികയോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ നിൽക്കുന്ന ഈ ചേച്ചി അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഇന്നു മുതൽ എന്റെയും രാധികയുടെ ശ്രമം നീയും വരുണും തമ്മിലുള്ള പിണക്കം മാറ്റാനായിരിക്കും. അല്ലേ രാധികേ? ഞാൻ അമ്മ പറയുന്ന പോലെ ചെയ്തോളാം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നിങ്ങളുടെ ജീവിതം ഞങ്ങൾ സന്തോഷമുള്ളതാക്കും. എന്റെ ജീവിതത്തിന് വേണ്ടി ചേച്ചി കഷ്ടപ്പെടുന്നത് എനിക്കറിയാമേ. ഇത്രയും കാലം ഞാനത് കണ്ടിട്ടും കാണാത്ത പോലെ ഭാവിക്കായിരുന്നു. ആ, ചിലതൊക്കെ കാണാതിരിക്കുന്നതാ നല്ലത്. മോളിനി വരുണിനോട് സ്നേഹത്തോടെ പെരുമാറണം. അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവന്റെ കൂടെ നിൽക്കണം. പിന്നെ അവന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാവോ, അവൻ നിന്നെ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പതുക്കെ പതുക്കെ അതൊക്കെ മാറിക്കോളും. ഞാൻ എന്ത് വേണമെങ്കിലും സഹിച്ചോളാം അമ്മേ. എനിക്കിപ്പം അതിനൊക്കെയുള്ള മനസ്സുണ്ട്. അമ്മയും അച്ഛനൊക്കെ സ്നേഹിക്കുന്ന രീതിയിൽ വരുണിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ഞാൻ വേറെ ഒരു ദുരാഗ്രഹവും ഇല്ലാതെ കണിമംഗലത്ത് താങ്ക് യു. ഇതെന്താ പത്മിനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. വരുണിനെയും രാധികയെ അകറ്റാൻ ബോധപൂർവം ശ്രമിക്കുന്നത് പോലെ. അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഒരുമിക്കേണ്ടത് വരുണും രാധികയും തമ്മില്. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. മോളെ പ്രിയങ്കേ, മോളിത് അവിടെ ചെന്നിരിക്കേ. ചെല്ലേ. അമ്മ എന്ത് പണിയായി കാണിക്കുന്നേ? അമ്മ എന്തിനാ അവിടെ കയറിയിരുന്നത്? ഞാനെപ്പോഴും ഇവന്റെ അടുത്തിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നേ. ഇന്ന് മാത്രം പ്രത്യേകിച്ച് എന്താ ഒരു ചോദ്യം? അല്ലമ്മേ, അവര് ഭാര്യയും ഭർത്താവൂല്ലേ? അവരൊന്നിച്ചല്ലേ ഇരിക്കേണ്ടത്? എന്നിട്ട് നീയും ചന്ദ്രശേഖരൻ അടുത്തടുത്താണോ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്? വേണ്ട, പത്മിനിയും പരമേശ്വരനും ഒന്നിച്ചാണോ ഇരിക്കുന്നത്? എന്തായി തർക്കം? കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിലാരെവിടെ ഇരുന്നാലെന്താ? മോളെ പ്രിയങ്കേ, വരുണിന് ഭക്ഷണം വിളമ്പിക്കൊടുക്ക്. അവന് ഞാൻ വിളമ്പിക്കോളാം. അമ്മേ, അതൊക്കെ അവരുടെ സ്വകാര്യതയല്ലേ?
എല്ലാവരും കൂടിയിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ എന്ത് സ്വകാര്യതയാ? അല്ല, ഇതെന്താ പ്രത്യേക ശീലങ്ങള്? ചില ശീലങ്ങളുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പത്മിനി, സത്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നു, അതാ ചോദിച്ചത്. ഒന്നുമില്ല. മോളെ രാധികെ, നീ എന്താ അവിടെ മാറി നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. ഇങ്ങ് വാ. നിന്നോടാരെങ്കിലും ഇതിലൊന്നും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാനും കഴിപ്പിക്കാനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലോ നിനക്ക്. ആ കറി ഇങ്ങോട്ടെടുത്ത് എടുക്ക്. എന്നിട്ട് വരുണിന് വിളമ്പിക്കൊടുക്ക്. അവൻ മതിയാവോളം കഴിക്കട്ടെ. വിളമ്പി കൊടുക്കാനല്ലേ പറഞ്ഞത്? ആ, എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ആരും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കണ്ട. ആരെയും പ്രത്യേകിച്ച് വാഴിക്കാനും ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിച്ചു തരില്ല. അമ്മ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിപ്പോയി. എല്ലാം മാറും. മാറാതെ എവിടെ പോവാനാ? മോളെ, മോളെന്താ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഒന്നുമില്ല മുത്തശ്ശി. കള്ളം പറയാൻ അറിഞ്ഞൂടെ എന്റെ കുട്ടിക്ക്? എപ്പോഴും സത്യം പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് കള്ളം പറയുമ്പോ നിന്റെ മുഖത്ത് അത് വ്യക്തമാവുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കണ്ട മുത്തശ്ശി. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചുറ്റും നടക്കുന്നതൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവും. അത് അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോട്ടെ. മോളുടെ മനസ്സിനെ നേരെ നിർത്തിയാ മതി. എന്നും ഞാൻ ഇങ്ങനെയാ. ചെയ്യാത്ത തെറ്റിന്റെ പേരില് കുറെ പേരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ പേരെനിക്ക് ശിക്ഷ വിധിക്കും. അങ്ങനെയൊക്കെ കേട്ടാലും നിന്റെ മനസ്സിലുള്ളത് നിനക്ക് തേച്ചുമാച്ച് കളയാൻ പറ്റില്ലല്ലോ. ഈ ഇഷ്ടമെന്ന് പറയുന്നത് ആരും നിർബന്ധിച്ചുണ്ടാവുന്നതല്ല. അത് മനസ്സിൽ തനിയെ തോന്നുന്നതാ. അത് ചിലർക്ക് മനസ്സിലാവും. ചിലരത് ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുക്കാൻ നോക്കും. മണ്ടത്തരങ്ങള്. ഞാൻ മുറിയിലേക്ക് പോട്ടെ മുത്തശ്ശി. നിൽക്ക്, മുത്തശ്ശി ഒരു കാര്യം തരാം. ദാ. വായിച്ചതിലും അറിഞ്ഞതിലും ഏറ്റവും ദിവ്യമായ പ്രണയമാ രാധയ്ക്ക് കൃഷ്ണനോടുള്ളത്. എത്ര നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നു, എത്ര പാടി കേട്ടിരിക്കുന്നു. ഓരോ തവണ കേൾക്കുമ്പോഴും അതിന്റെ മാറ്റു കൂടിക്കൂടി വരികയല്ലേ? നമുക്ക് മറ്റുള്ളവരോട് കളവ് പറയാം, നമുക്ക് നമ്മളോട് കളവ് പറയാൻ പറ്റില്ല. ഈ ചിത്രം ഞാൻ നിന്നെ ഏൽപ്പിച്ചതിന് അതിൻ്റെതായ അർത്ഥമുണ്ട്. നിന്റെ കൃഷ്ണന്റെ പ്രണയം അവഗണിച്ച് ഒരിക്കലും നിനക്ക് ജീവിക്കാനാവില്ല.
ഓർമ്മയുണ്ടല്ലോ, നിന്റെ കഴുത്തിലേക്ക് മറ്റൊരാൾ താലി ഉയർത്തിയപ്പോ എന്റെ കഴുത്തിലൊരു താലിയുണ്ട്, അതെന്റെ കൃഷ്ണൻ കെട്ടിയതാണെന്ന് നീ പറഞ്ഞത്. അതിന്റെ ഭദ്രത നീ ഇതുവരെ കാത്തില്ലേ? അതിനിയും കാക്കണം. കാർമേഘങ്ങൾ ഉണ്ടാവുമ്പോ അത് ചിലപ്പോ ഒരു കാറ്റിനങ്ങ് പോവും, അല്ലെങ്കിൽ ഒന്ന് കനത്ത് പെയ്തിട്ട് ശാന്തമാവും. അതൊക്കെ മനുഷ്യജീവിതത്തിൽ സാധാരണമാണ്. ഇനി മോള് പൊയ്ക്കാം. എന്തിനാ എന്റെ കുട്ടികളെ പരീക്ഷിക്കുന്നേ? അവരാഗ്രഹിക്കുന്ന വഴിക്ക് വിട്ടുകൂടെ? എന്തിനാ ഇങ്ങനെ രസിക്കുന്നേ? അമ്മ നേരത്തെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു. വരുൺ എഴുന്നേറ്റോ മോളെ? ആ ഇല്ല, ഉറക്കോ. ആ ദാ, ഇതവനെ വിളിച്ചുണർത്തി കൊടുക്ക്. എന്താ? അത് ഞാൻ ചായ കൊടുത്താ വരുണിന് ഇഷ്ടാവില്ല. ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് ഇഷ്ടമാവുമെന്ന് അമ്മയും പറയുന്നില്ല. അവൻ ദേഷ്യപ്പെട്ടാലും നിഷേധിച്ചാലും അത് താങ്ങാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കൊടുക്ക്. മോളെ, ഒരാളുടെ മനസ്സിലെ വാശിയും വൈരാഗ്യമൊക്കെ എങ്ങനെയാ കുറയ്ക്കുന്നേ? സ്നേഹം കൊണ്ട്. എത്ര നിഷേധിച്ചാലും നിരന്തരമായിട്ടൊരാളുടെ സ്നേഹം നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങും. സഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെ മോൾക്ക് പറ്റും. അമ്മ നിന്റെ കൂടെയുണ്ട്. ആ പിന്നെന്താ? ശരിയമ്മേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ദാ. വരുൺ, 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 വരുൺ എഴുന്നേക്ക്. എന്താ? അത് അമ്മ പറഞ്ഞു വിളിച്ചെഴുന്നേപ്പിക്കാൻ. ഒരു കാര്യമില്ലാതെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അമ്മ എന്തു പറഞ്ഞു? വിളിച്ച് ചായ തരാൻ. അതെന്താ ഇന്നൊരു പ്രത്യേകത? എന്റെ മുമ്പിലേക്ക് താനൊന്നും കൊണ്ടുവരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? എത്രയോ തവണ ഞാൻ നിഷേധിച്ചതാ. അത് അമ്മ നിർബന്ധിച്ചപ്പോ. അമ്മ നിർബന്ധിച്ച എനിക്ക് കൊണ്ടേ കൊടുക്കാൻ സൗകര്യമില്ലെന്ന് പറയണം. ഞാൻ കൊണ്ടേ കൊടുത്ത ഇഷ്ടമല്ലെന്ന് പറയണം. അതെങ്ങനെ? അതൊക്കെ പറയണമെങ്കിലേ ഇത്തിരി നാണോമാനം വേണം. അല്ല, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ. നിന്നെ എന്റെ മുമ്പിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ ചിലർ ശ്രമിക്കുന്ന പോലെ. അത് ഇവിടെയുള്ളവരുടെ മനമാറ്റം ആയിരിക്കില്ല, മനസ്സ് മാറ്റിയെടുക്കാനുള്ള തന്റെ മിടുക്കായിരിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല വരുൺ. ആ, ഒന്നും ചെയ്തിട്ടില്ല. രാധികയെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോഴും മറുപടി ഇത് തന്നെയായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? ഇടി, ഓർമ്മയുണ്ടോന്ന്? കോടതിയിൽ അവള് തന്നെ വരേണ്ടി വന്നു നിന്നെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്ന അങ്ങനെ. എന്നിട്ട് തിരിച്ചെത്തിയതോ രാധികയുടെ കാല് പിടിച്ച്. ഏതെങ്കിലും വിധത്തിൽ കണിമംഗലത്ത് തിരിച്ചെത്തണമെന്ന് പറഞ്ഞ് ആ പാവം അതിനുവേണ്ടി പണിയെടുത്തു. അതിന്റെ പേരിലെത്താൻ വീണ്ടും ഈ കണിമംഗലത്തേക്ക് കാലുകുത്തിയത്. അടങ്ങി ഒതുങ്ങിയൊരു മൂല കഴിഞ്ഞോണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഈ ഭാര്യയായിട്ടുള്ള ഈ വേഷം കെട്ടലുണ്ടല്ലോ, സ്നേഹിച്ചുകൊണ്ടുള്ള വേഷം കെട്ടല്, അതിന് എന്റെ മുമ്പിൽ എങ്ങാനും പ്രദർശിപ്പിച്ച എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. വരുൺ, ഇതൊന്ന് കുടിച്ചിട്ട് പോ. വരുൺ, ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാ.
എടോ തന്നെ ഇപ്പൊ ആരെ ഉപദേശിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ ജീവിതത്തിൽ താൻ ഒരിക്കലും നേരെയാവില്ലെന്ന് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ താൻ എന്തെങ്കിലും കൊണ്ടുവന്നാണ്ടല്ലോ അത് കഴിക്കാൻ പോലും എനിക്ക് പേടിയാ. കാരണം കൊല്ലാൻ അറിയുന്നവളല്ലേ. എന്നെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? നല്ല സ്വാദ്. താൻ കുടിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാവും. താങ്ക് യു. അപ്പൊ ശരി. പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലേ? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? തെരുവിൽ സ്വയം വിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതിനേക്കാളും അന്തസ്സും മാന്യതയുണ്ട്. അമ്മേ, നടന്ന എന്താ നമ്മ കണ്ടതല്ലേ? ഞാൻ ഇക്കാര്യത്തിൽ എന്ത് തെറ്റെയ്തെന്നാ? ഓ, നിന്റെ പറച്ചിൽ കേട്ടാ എന്താ തോന്നാന്നറിയോ? നീ പാവത്തിനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു, വരുൺ കരുതിക്കൂട്ടി നിന്റെ അടുത്തു വരുന്നു, നിന്നെ കയറി പിടിക്കുന്നു എന്നൊക്കെയല്ലേ? അതാണോ സത്യം? അവനെ ഒരാൺകുട്ടിയാ. എന്തിനും തയ്യാറായി നീ ഇവിടെ നിൽക്കുമ്പോ അവൻ ചിലപ്പോ നോക്കിയെന്നും തൊട്ടൂന്നും ഒക്കെ വരും. അത് നിന്റെ കഴിവായിട്ട് നീ കാണരുത്. വേണ്ട, നിന്റെ കരച്ചിലേ എന്നെ കാണിക്കണ്ട. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രിയങ്കയും വരുണും തമ്മിലുള്ള പ്രശ്നം ഇന്ന് തന്നെ തീരണം. അത് ചെയ്യേണ്ടത് നീയാ. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഇന്നു മുതൽ ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ അവർ ജീവിച്ചു തുടങ്ങണം. അവരെ ശല്യപ്പെടുത്താൻ അവർക്ക് ചുറ്റും നീ ഉണ്ടാവരുത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവരുടെ ആദ്യ രാത്രി നടന്നിട്ടില്ല. അതിനുള്ള മുഹൂർത്തം ഇന്നാ. അത് കഴിഞ്ഞാൽ നീ പൊയ്ക്കൊള്ളണം. ആറ്റുവാശ്ശേരിയിലേക്കോ അതിലും ദൂരത്തേക്കോ എങ്ങോട്ടെങ്കിലും. ഒരർത്ഥത്തിൽ നീയൊക്കെ അങ്ങനെ പോകുന്ന നല്ലത്. അമ്മേ, അമ്മ എന്നെ ശപിക്കല്ലേ. ശാപം കിട്ടാതിരിക്കണമെങ്കിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിനക്ക് നന്മയുള്ളവളെന്ന് അഭിനയിക്കാനേ പറ്റൂ. നിന്റെ മനസ്സ് മുഴുവനും തിന്മയാ. ആർക്കും നീ പിടികൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ മറ്റുള്ളവർ അറിയാൻ വൈകുന്നത്. എന്റെ മകന്റെ ജീവിതം എനിക്ക് വലുതാ.
നിനക്ക് തട്ടിക്കളയാനുള്ളതല്ലതും.